നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബു അന്തരിച്ചു. രോഗബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മുരാരി ബാബു. ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത്. 3 മാസമായി അർബുദ രോഗബാധിതനായിരുന്നു മുരാരി ബാബു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി കൂടിയായിരുന്നു മുരാരി ബാബു. കേസിൽ അറസ്റ്റിലായിരുന്നു. 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായത്. 1994 പോലീസിൽ ജോലി കിട്ടിയത്. കോൺസ്റ്റബിളായി കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം. പക്ഷേ പരിശീലനം പൂർത്തിയാക്കിയില്ല. 1997 ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത്. ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലിരുന്ന ആളുടെ സഹായിയായാണ് തുടക്കം. പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം നൽകുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയിലും തിരുവനന്തപുരത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി ഒപ്പിടണമെന്നടക്കം നിർദ്ദേശങ്ങൾ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ആ ജാമ്യ വ്യവസ്ഥയൊക്കെ പാലിക്കുകയായിരുന്നു. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായതിനാൽ മാസത്തിൽ ഒരിക്കൽ എന്ന നിലയിലേക്ക് അത് ചുരുക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യത്തെ പ്രധാന അറസ്റ്റുകളൊന്ന് മുരാരി ബാബുവിൻ്റെതായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് ആദ്യം ജാമ്യം കിട്ടിയതും മുരാരി ബാബുവിനായിരുന്നു. ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയാണ്. 54 വയസ്സായിരുന്നു. കഴിഞ്ഞ ജനുവരി അവസാനമാണ് കേസിൽ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കിട്ടിയത്. ദ്വാരപാലക ശില്പങ്ങളെ ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസുകളാണ് ഒക്ടോബർ 21 മുരാരി ബാബു പിടിയിലായത്. സ്വർണ്ണപ്പാളിയെ ചെമ്പാക്കി ആദ്യമായി വ്യാജരേഖ ഉണ്ടാക്കിയത് മുരാരി ബാബുവാണ് എന്ന ആരോപണമാണ് ചുമത്തിയത്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്ന ആദ്യ ഉദ്യോഗസ്ഥനും മുരാരി ബാബു ആയിരുന്നു. എന്നാൽ 90 ദിവസമായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. എന്താണ് സോഷ്യൽ മീഡിയ ഈ സംഭവത്തോട് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. മരണം ശരിക്കും അന്വേഷിക്കണം. സർക്കാർ വക്കീലിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഒരു കമൻറ്റിലൂടെ ഒരു വ്യക്തി. എന്തായാലും ഒരു അന്വേഷണം ആവശ്യമാണ് മുരാരി ബാബുവിൻ്റെ മരണത്തിൽ എന്നതടക്കമുള്ള ചില കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട്. അന്വേഷണം വേണം എന്ന മുറവിളി ഉയരുകയാണ്. എന്തായാലും മുരാരി ബാബു ഈ സ്വർണ്ണക്കൊള്ള കേസ് വളരെ വിവാദമായ ഒരു കേസാണ്. LDF സർക്കാരിനെ ചോദ്യമുനയിൽ നിർത്തി അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്തിയ, എന്തിനേറെ പറയുന്നു, LDF സർക്കാരിൻ്റെ പരാജയത്തിലേക്ക് നയിച്ച പല കാരണങ്ങളിലൊന്നും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയായിരുന്നു. ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചത്. ഈ കേസിനെ അത് ബാധിക്കുമോ? ഈ പ്രധാനപ്പെട്ട പ്രതി ആയതുകൊണ്ട് തന്നെ കേസിനെ മുന്നോട്ട് പോക്കിനി എങ്ങനെയാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.